ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർകുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 മെയ് 18 രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങം രാശിയിലേക്കും രാശി മാറുന്നു. ഇപ്പോൾ രാഹു കേതുക്കളുടെ രാശി മാറ്റം കർക്കിടക കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അതായത് പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് രാഹു കേതുക്കളുടെ രാശിമാറ്റം 2025-26 എന്ത് ഗുണാനുഭവം, എന്ത് ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കും. നമ്മൾ ഈ കൂറുകാർക്ക്, കർക്കിടക കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും രാഹു കേതുക്കളെ രാശിമാറ്റത്തിൻ്റെ ഫലങ്ങൾ പറയുന്നതിന് മുമ്പ് രാഹു കേതുക്കളുടെ പൊതു സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ രാഹു കേതുക്കൾ എന്ന് പറയുന്നത് മറ്റു ഗ്രഹങ്ങളെ പോലെ ഫിസിക്കലായിട്ടുള്ള പ്ലാനറ്റ്സ് അല്ല. എന്ന് പറഞ്ഞാൽ അവയ്ക്ക് ദ്രവ്യ പ്രാധാന്യമില്ല. അവയെ ഛായാഗ്രഹങ്ങൾ, നിഴൽ ഗ്രഹങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. അതായത് ഈ നിഴൽ ഗ്രഹങ്ങളെന്ന് പറയാൻ കാരണം 2 ബ്ലാക്ക് പോയിന്റ്സ് ആണ് ഈ രാഹു കേതുക്കൾ എന്ന് പറയുന്നത്. അതായത് ചന്ദ്രൻ്റെയും ഭൂമിയുടെയും ചലന പദങ്ങൾ അത് കൂട്ടിമുട്ടുന്ന 2 ബിന്ദുക്കളായിട്ടാണ് ഈ രാഹു കേതുക്കളെ കാണുന്നത്. അതുകൊണ്ടാണ് 2 ബ്ലാക്ക് പോയിന്റ്സ്. അതുകൊണ്ടാണ് ഇവയെ ഛായാഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. മറ്റു ഗ്രഹങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മറ്റു ഗ്രഹങ്ങൾക്ക് രാശിചക്രത്തിൽ സ്വന്തമായിട്ടുള്ള ഭവനമുണ്ട്, സ്വന്തമായിട്ടുള്ള ക്ഷേത്രമുണ്ട്, സ്വന്തമായിട്ടുള്ള രാശിയുണ്ട്. എന്നാൽ രാഹുകേതുക്കൾക്ക് രാശിചക്രത്തിൽ സ്വന്തമായിട്ടുള്ള രാശിയില്ല. അതേസമയം മറ്റു ഗ്രഹങ്ങൾക്ക് ഉള്ളതുപോലെ ഈ രാഹുകേതുക്കൾക്ക് സ്വന്തമായിട്ട് നക്ഷത്രങ്ങളുണ്ട്. ഇപ്പം തിരുവാതിര, ചോതി, ചതയം ഈ 3 നക്ഷത്രങ്ങളും രാഹുവിൻ്റെ നക്ഷത്രങ്ങളാണ്. അതുപോലെ അശ്വതി, മകം, മൂലം ഈ 3 നക്ഷത്രങ്ങൾ കേതുവിൻ്റെ നക്ഷത്രങ്ങളുമാണ്. അപ്പം ഈ ഗ്രഹങ്ങൾക്ക് സ്വന്തമായിട്ട് നക്ഷത്രങ്ങൾ ഉള്ളതുകൊണ്ട് ഈ വിംശോത്തരി ദശാ സംവിധാനത്തിൽ രാഹു കേതുക്കൾക്ക് ദശാകാലമുണ്ട്. രാഹുവിന് 18 വർഷവും കേതുവിന് 7 വർഷവുമാണ് ദശാകാലം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ രാഹുകേതുക്കൾ മറ്റു ഗ്രഹങ്ങളെപ്പോലെ ക്ലോക്ക് വൈസിൽ അല്ലെങ്കിൽ മുന്നോട്ടല്ല സഞ്ചരിക്കുന്നത്. രാഹുകേതുക്കൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ പിന്നോട്ടാണ് സഞ്ചരിക്കുന്നത്. രാഹുവിന് നമ്മൾ ഫലദാന വിഷയത്തിൽ വരുമ്പോൾ രാഹുവിന് സ്വന്തമായിട്ടുള്ള ഫലം അല്ല, അത് ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശിനാഥൻ്റെ ഫലവും, അതുപോലെ രാഹുവിന് ഏത് ഗ്രഹങ്ങളുമായിട്ട് യോഗമുണ്ടോ അല്ലെങ്കിൽ രാഹുവിന് ഏതൊക്കെ ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുന്നുണ്ടോ ആ ഗ്രഹങ്ങളുടെ ഫലങ്ങളും നമുക്ക് രാഹുവിൻ്റെ ഫലമായിട്ട് പറയേണ്ടതായിട്ട് വരും. ഇപ്പോൾ രാഹുവിന് ശനിക്ക് സമാനമായിട്ടാണ് കാണുന്നത്. അതായത് രാഹുവിന് ഫലദാന വിഷയത്തിൽ ശനിയുടെ ഫലത്തെ ആണ് രാഹുവിൻ്റെ ഫലത്തോടൊപ്പം കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശനിവത് രാഹു, കുജവത് കേതു. അതായത് രാഹു ശനിയെപ്പോലെയും കേതു ചൊവ്വയെപ്പോലെയുമാണ് ഫലദാന വിഷയത്തിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ പൊതുവെ നമുക്ക് രാശിനാഥൻ, ഇപ്പോൾ രാഹു നിൽക്കുന്ന രാശിയുടെ നാഥൻ എവിടെ നിൽക്കുന്നു, അത് ഇഷ്ടസ്ഥാനത്താണോ അതിൻ്റെ ഇമ്പാക്റ്റ് ഈ രാഹുവിൻ്റെ ഫലത്തിലും വരും. അതുപോലെ കേതു, ആ കേതുവിൻ്റെ രാശിനാഥൻ എവിടെ നിൽക്കുന്നോ ആ രാശിനാഥൻ്റെ മാറ്റത്തിനനുസരിച്ച് കേതുവിൻ്റെ ഫലത്തിലും മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. ഇനി സ്വഭാവത്തിൽ നോക്കുമ്പോൾ 2 ഗ്രഹങ്ങളും 2 ധ്രുവത്തിൽ നിൽക്കുകയാണ്. രാഹു എന്ന് പറയുന്നത് ഭൗതിക പ്രകൃതിയുടെ ഗ്രഹമാണെങ്കിൽ കേതു ആധ്യാത്മിക പ്രകൃതിയുടെ ഗ്രഹമാണ്. ഒന്ന് ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാട്, മറ്റൊന്ന് ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാട്. അപ്പോൾ പൊതുവെ ഭൗതിക പ്രകൃതിയുടെയും ആത്മീയ പ്രകൃതിയുടെയും ഗ്രഹമായിട്ട്, അതായത് ഒരു ജീവിതത്തിൽ ഇത് 2 ആവശ്യമാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഈ രാഹു കേതുക്കളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
നമ്മൾ പൂർവ്വജന്മത്തിൽ അനുഷ്ഠിച്ചു വന്ന കർമ്മങ്ങളുടെ ഒരു പിന്തുടർച്ച, അതിൻ്റെ തുടർച്ചയായിരിക്കും രാഹുവിനെ കൊണ്ട് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മുടെ ആധ്യാത്മിക വിഷയത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടായിരിക്കും നമ്മൾ ഈ കേതുവിനെയും കാണേണ്ടത്. അതായത് ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഒരു അന്വേഷണമാണ് ഈ കേതു നമുക്ക് നൽകുന്നത്. ഇപ്പോൾ രാഹു എന്ന് പറയുമ്പോൾ ഭൗതിക മോഹങ്ങളുടെ ഗ്രഹമാണ്, അമിതമായ ആഗ്രഹങ്ങളുടെ ഗ്രഹമാണ്, അത്യാർത്ഥിയുടെ ഗ്രഹമാണ്, ദുഷ്ചിന്തകളുടെ ഗ്രഹമാണ്, ദുഷ്പ്രവർത്തനങ്ങളുടെ ഗ്രഹമാണ്, കബളിപ്പിക്കലിൻ്റെയൊക്കെ ഗ്രഹമാണ്, ലൈംഗിക ഭ്രാന്തിൻ്റെ ഗ്രഹമാണ്, പ്രണയത്തിൻ്റെ ഗ്രഹമാണ്. അതുപോലെ നമുക്ക് മോശപ്പെട്ട ആളുകളുമായിട്ടുള്ള കമ്പനി, അതുപോലെ അത് മുഖാന്തരം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, തർക്കങ്ങൾ, അതുപോലെ രോഗങ്ങൾ, സംശയങ്ങൾ, അതുപോലെ മായ, ഈ മിഥ്യാബോധം, ഇവയുടെയൊക്കെ ഗ്രഹമായിട്ട് നമുക്ക് രാഹുവിനെ കാണാം. അതേസമയം രാഹു വിദേശ ഭാഷയുടെ ഗ്രഹമാണ്, വിദേശ യാത്രകളുടെയും വിദേശ ബന്ധത്തിൻ്റെയൊക്കെ ഒരു ഗ്രഹമായിട്ട്, വിദേശ ബന്ധം വഴിയുള്ള നേട്ടങ്ങളുടെ ഗ്രഹമായിട്ടൊക്കെ നമുക്ക് രാഹുവിനെ കാണാൻ കഴിയും. കേതു ആണെങ്കിൽ ഈ പറഞ്ഞതിന് നേരെ വിപരീതമാണ്. ഭൗതിക വിദഗ്ധിയുടെ ഗ്രഹമാണ്, ആത്മജ്ഞാനത്തിൻ്റെ ഗ്രഹമാണ്. ആത്മജ്ഞാനവുമായിട്ട് ബന്ധപ്പെട്ട, ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട, അതായത് ഭക്തി, ധ്യാനം, അതുപോലെ പൂജകൾ, മോക്ഷമാർഗങ്ങൾ, അതുപോലെ പുണ്യ നദികളിൽ സ്നാനം ചെയ്യൽ, ആത്മീയ യാത്രകൾ, ത്യാഗമനോഭാവങ്ങൾ ഒക്കെ നമുക്ക് കേതുവിനെ കൊണ്ട് പറയാൻ പറ്റും. ബ്ലാക്ക് മാജിക്കിൻ്റെ ഒരു ഗ്രഹമാണ്, അതുപോലെ ശുശ്രൂഷയുടെ ഗ്രഹമാണ്, വൈദ്യശാസ്ത്രത്തിൻ്റെ ഗ്രഹമാണ്, പ്രത്യേകിച്ച് സർജറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗ്രഹമാണ് കേതു. സന്ധി രോഗങ്ങൾ, അതുപോലെ യാത്രകളിൽ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ, ഇഞ്ചുറി, പൊള്ളൽ, ഇവയൊക്കെ നമുക്ക് ഈ കേതുവുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ കഴിയും. അതുപോലെ തന്നെ രാഹു എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ നേരെ വിപരീത രാശിയിലായിരിക്കും എപ്പോഴും കേതു നിൽക്കുന്നത്. അതിന് തന്നെ ഒരു കാരണമുണ്ട്. കാരണം രാഹു അമിതമോഹങ്ങളുടെ ഗ്രഹമാണ്, അത്യാർത്ഥിയുടെ ഗ്രഹമാണ്. അപ്പോൾ അമിതമോഹങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി നീചമായിട്ടുള്ള മാർഗങ്ങളൊക്കെ ചിലപ്പോൾ അവലംബിക്കും. അപ്പോൾ അവയ്ക്കൊക്കെ ഒരു നിയന്ത്രണം കൊടുക്കാൻ വേണ്ടിയാണ്, അവയ്ക്കൊക്കെ ഒരു കടിഞ്ഞാണിടുന്നതിന് വേണ്ടിയാണ് കേതുവിനെ രാഹുവിൻ്റെ വിപരീത രാശിയിൽ നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ പൊതുവേ നമ്മുടെ ജീവിതത്തിൽ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് ഭൗതികമായിട്ടും നേട്ടം വേണം, അതുമാത്രം പോരാ, ആത്മീയമായിട്ടുള്ളൊരു ഉന്നതിയും ഉണ്ടാകണം. ഇപ്പോൾ ഇതിന് രണ്ടും സന്തുലിതപ്പെടുത്തി പോകേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ രാഹു കേതുക്കളുടെ സ്ഥിതി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഈ രാഹു കേതുക്കളുടെ രാശി മാറ്റം കർക്കിടക കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നോക്കാം. പ്രത്യേകിച്ച് കർക്കിടക കൂറുകാർ നമുക്കറിയാം, ഉണർന്ന നക്ഷത്രത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യ നക്ഷത്രക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം രാഹു ഇപ്പോൾ അവരുടെ 9ാം ഭാവരാശിയിൽ സഞ്ചരിക്കുകയാണ്. 2025 മെയ് 18 9ൽ സഞ്ചരിക്കുന്ന രാഹു അഷ്ടമരാശിയിലേക്ക് രാശി മാറുന്നു, അതായത് കുംഭരാശിയിലേക്ക് രാശി മാറുന്നു. അതുപോലെ ഇപ്പോൾ ഈ കൂറുകാരുടെ 3ലാണ് കേതു സഞ്ചരിക്കുന്നത്. മെയ് 18 ആ കേതു ഈ കൂറുകാരുടെ 2ാം ഭാവരാശിയിലേക്ക്, ചിങ്ങരാശിയിലേക്ക് രാശി മാറുന്നു. ഈ രണ്ട് ഗ്രഹങ്ങളും 2026 അവസാനം വരെ, 2026 ഡിസംബർ 5 വരെ രാഹു കേതുക്കൾ അഷ്ടമരാശിയിലും ഈ 2ാം ഭാവരാശിയിലും ഉണ്ടാകും. ഇപ്പോൾ രാഹു അഷ്ടമരാശിയിൽ വരുന്ന സമയത്ത് അഷ്ടമരാശ്യാധിപനായിട്ടുള്ള ശനി ഈ കൂറുകാരുടെ 9ൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അതായത് രാഹുവിൻ്റെ 8ലെ കാലഘട്ടം അത്രയും ഈ ശനി 9ൽ സ്ഥിതി ഉണ്ടാകും. അതുപോലെ ഈ അഷ്ടമം എന്ന് പറയുന്നത് രാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇഷ്ടസ്ഥാനമല്ല. എങ്കിലും രാഹുവിന് അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹുവിനെ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട് എന്ന ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. കേതുവാണെങ്കിൽ 2ലേക്ക് വരുന്ന സമയത്ത് 2ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണെങ്കിൽ ആ സമയത്ത് 11ൽ സഞ്ചരിക്കുന്ന സമയമായിരിക്കും. സൂര്യനെ സംബന്ധിച്ചിടത്തോളം ഓരോ മാസവും രാശി ഇങ്ങനെ മാറി മാറി പോകുന്ന ഗ്രഹമാണ്. അപ്പം സൂര്യൻ്റെ രാശിമാറ്റത്തിൻ്റെ ഇമ്പാക്റ്റൊക്കെ ആ കേതുവിൻ്റെ സ്ഥിതിയിൽ പ്രതിഫലിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ പൊതുവെ നമുക്ക് കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 12ലാണ്
മെയ് 14 ആ ഗുരു വരുന്നത്. അപ്പോൾ 12ലേക്കായിരിക്കും ഗുരു. 12ലാണ് ആ ഗുരുവിൻ്റെ സ്ഥിതി കർക്കിടകക്കൂറുകാർക്ക് 2025-26 ജൂൺ വരെ വരുന്നത്. ഇപ്പം നമുക്ക് രാഹുവിൻ്റെ രാശി മാറ്റം കർക്കിടകക്കൂറുകാർക്ക് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് ആദ്യം നോക്കാം. ഇപ്പം രാഹു അഷ്ടമത്തിലേക്കാണ് രാശി മാറുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് അഷ്ടമത്തിലേക്ക് രാശി മാറുമ്പോൾ തൊഴിൽപരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിലൊക്കെ വീഴ്ചകൾ ഉണ്ടാകാതെ നോക്കണം. തൊഴിലിടത്ത് എന്തെങ്കിലും അവഹേളനങ്ങൾ, രൂക്ഷ വിമർശനങ്ങൾ, ചിലപ്പോൾ അഭിമുഖീകരിക്കേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ വരും. ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ക്ഷമയും സഹനശക്തിയൊക്കെ കൂട്ടേണ്ടുന്ന സമയമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. തൊഴിലിലും ബിസിനസ്സിലുമൊക്കെ അവസരങ്ങളൊക്കെ വന്നാൽ തന്നെ അവയിലെ ഉത്തരവാദിത്വത്തെ പറ്റിയൊക്കെ നമ്മൾ ബോധവാനാകണം. അവ മനസ്സിലാക്കി അവ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തരണം ചെയ്യുന്നതിനുള്ള മാർഗങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുകയും കൂടെ വേണം. ഇപ്പം നമ്മൾ ഏറ്റെടുക്കുന്ന തൊഴിൽ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നതാണോ? നിർവഹിക്കാൻ കഴിയാതെ വന്നാൽ മറ്റുള്ളവരുടെ അവഹേളനങ്ങൾക്ക്, അവരുടെ വിമർശനങ്ങൾക്ക് നമ്മൾ ചിലപ്പോൾ വിധേയമാകേണ്ടതായിട്ട് വരും എന്നും കൂടെ മനസ്സിലാക്കുക. ഇതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ടത്, പ്രത്യേകിച്ച് ഈ രാഹുവിൻ്റെ സ്ഥിതി. അപ്പോൾ അതുപോലെ തന്നെ തൊഴിലിലും ബിസിനസ്സിലുമൊക്കെ കെയർഫുള്ളായിട്ടുള്ള ഒരു സമീപനം ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം. അതേപോലെ ഈ നിഗൂഢ ശാസ്ത്രങ്ങളിൽ, അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിഗൂഢശാസ്ത്രം അഭ്യസിക്കുന്നവർക്ക്, മനഃശാസ്ത്രം, അതുപോലെ ഗവേഷണം, ഇത്തരം മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ജീവിതത്തിൽ തന്നെ നമുക്ക് ചില ദുരൂഹതകൾ, നമ്മുടെ ക്രൈസിസസ്, ഇവയൊക്കെ എന്തൊക്കെയാണ് ഇതിനുള്ള കാരണം, ആ ക്രൈസിസ് എന്തുകൊണ്ട് വരുന്നു ജീവിതത്തിൽ, ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കുന്നതിനും അത് പഠിക്കുക വഴി നമുക്ക് ചില ആഴത്തിലുള്ള പഠനം വഴി നമുക്ക് നമ്മുടെ തന്നെ ഒരു പരിവർത്തനമൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ രാഹു അഷ്ടമത്തിലൊക്കെ വരുമ്പോൾ നമ്മുടെ പെൻഡിങ് വർക്കുകൾ അത് ചെയ്തു തീർക്കാനൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. കാരണം നമുക്ക് വർക്കുകളൊക്കെ ചിലപ്പോൾ ചെയ്തു തീർക്കാൻ കഴിയാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ അഷ്ടമത്തിൽ രാഹു ചിലപ്പോൾ ഉണ്ടാക്കാം. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് പൊടുന്നനെ ഉണ്ടായെന്ന് വരാം. ചിലർക്ക് അൺഎക്സ്പെക്റ്റഡ് സോഴ്സിൽ നിന്ന് ചിലപ്പോൾ ധനനേട്ടം ഉണ്ടായെന്നും വരാം. ആരോഗ്യകാര്യത്തിൽ പൊതുവെ നമ്മൾ ശ്രദ്ധിക്കണം. അഷ്ടമത്തിൽ രാഹു നിൽക്കുന്ന സമയത്ത് ദൂരയാത്രകളിലൊക്കെ ഒരു കെയർ വേണം. ഇപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ എന്തെങ്കിലും ഡിസോർഡർ, പൈൽസ്, ഫിസ്റ്റുല, ചിലർക്ക് ബാക്ക് പെയിൻ, ചിലർക്ക് ജോയിൻ്റ് ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. ചിലർക്ക് അലർജി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകാം. അപ്പോൾ ഇവയിലൊക്കെ നമ്മൾ കെയർ കൊടുത്ത് പോകണം. അതുപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു മാനസികമായിട്ടുള്ള ഒരു ടെൻഷൻ, അതുപോലെ ഡീൽ ചെയ്യുന്നതിൽ, ധനം ട്രാൻസാക്ഷൻ നടത്തുന്നതിൽ ഒരു കെയറൊക്കെ വേണം. ധനനഷ്ടത്തിനൊക്കെ സാധ്യതയുണ്ട്. പൊതുവെ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു മാനസികാവസ്ഥ ആയിരിക്കും ഈ രാഹുവിൻ്റെ അഷ്ടമത്തിലെ സ്ഥിതി കൊണ്ട് വരുന്നത്. 8ാം ഭാവാധിപനായിട്ടുള്ള ശനി 9ലാണ് എന്നതിനാൽ പിതാവുമായിട്ട് തെറ്റിദ്ധാരണകളോ, പിതാവിനെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ പിതൃസമ്പത്തിൽ എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവയുടെയൊക്കെ ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിയുടെ മാതാപിതാക്കളുമായിട്ട് അവരുമായിട്ടുള്ള ബന്ധമൊക്കെ അല്പം ഒരു പ്രയാസങ്ങൾ ആ ബന്ധത്തിലൊക്കെ കാണുന്നുണ്ട്. അതുപോലെ ജോയിൻ്റ് സംരംഭങ്ങളിലൊക്കെ കൂട്ടുസംരംഭങ്ങളിലൊക്കെ ജോയിൻ്റ് അസറ്റ് വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. പൊതുവേ നമ്മൾ ഏത് കാര്യത്തിലായാലും
സഡനായിട്ടുള്ള ഡിസിഷൻ എടുക്കാതിരിക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം. അതുപോലെ കഴിവതും എന്തെങ്കിലും ഒരു ഇഷ്യൂ, എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ അവരുടെ പ്രവർത്തന മേഖലയിൽ വരികയാണെങ്കിൽ അത് മുതിർന്നവരുടെ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുടെ അവരുമായിട്ട് സംസാരിച്ച് അവരുടെ അഭിപ്രായമൊക്കെ സ്വീകരിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഈ കൂറുകാർ ഈ സമയത്ത് ശ്രദ്ധിക്കണം. അങ്ങനെ പോകുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ ഗുരു 8-ൽ നിൽക്കുന്ന രാഹുവിനെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാലും അവയൊക്കെ പരിഹരിക്കുന്നതിന് ആ 8-ലെ ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും. അതുപോലെ നമുക്ക് അഷ്ടമത്തിലാണ് ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകാം. എങ്കിലും ധനപരമായിട്ടുള്ള ട്രാൻസാക്ഷനിൽ കെയർ കൊടുക്കണം. അതുപോലെ എതിർ ലിംഗക്കാരുമായിട്ടുള്ള ഇൻറ്റിമസിയിലുമൊക്കെ ഒരു കെയർ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ്. ഇനി കേതു ഈ കൂറുകാരുടെ 2-ലേക്ക് രാശി മാറുമ്പോൾ കേതുവിൻ്റെ 2-ലെ രാശി മാറ്റം പൊതുവെ ധനവിഷയത്തിൽ ശ്രദ്ധക്കുറവ്. 2 പറയുന്നത് ധനസ്ഥാനമാണ്, കുടുംബസ്ഥാനമാണ്. അപ്പോൾ ധനവിഷയത്തിലും കുടുംബത്തിലും കുടുംബ ബിസിനസ്സിലുമൊക്കെ ഒരു കെയർ വേണം. ഇവയിലൊക്കെ ഒരു താല്പര്യം കുറയും. അപ്പോൾ സംസാരത്തിലൊരു ജാഗ്രത കുറവ്, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ചിലപ്പോൾ വന്നു എന്ന് വരാം. ചില വാക്കുകൾ തെറ്റിദ്ധാരണ ഉളവാക്കും. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിലൊക്കെ ഒരു കെയർ വേണം. അതുപോലെ പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അല്പം അഡീഷണൽ എഫർട്ട് ഈ സമയത്ത് ഉണ്ടാകണം. എന്ത് ചലഞ്ചസും ഓവർകം ചെയ്യുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പ് ഈ കുറുകാരുടെ ഭാഗത്ത് കേതുവിൻ്റെ 2-ലെ സ്ഥിതി കൊണ്ട് ഉണ്ടാകണം. അതേസമയം റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂല സാഹചര്യമാണ്. ചതി, വഞ്ചന വഴി എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവയിലൊക്കെ ഒരു കരുതൽ വേണം. സാമ്പത്തിക ബാധ്യത കൂടുന്ന പ്രവർത്തനങ്ങൾ കഴിവതും ഈ സമയത്ത് എടുക്കാതിരിക്കുക. അതുപോലെ അത്തരം സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്ന മേഖലകളിൽ ഒരു ചുമതല എടുക്കാതിരിക്കുന്നതൊക്കെ ആണ് നല്ലത്. കുടുംബത്തിൽ കമ്മിറ്റ്മെൻ്റൊക്കെ കുറയുന്നത് ചിലപ്പോൾ കുടുംബത്തിലൊക്കെ ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്ന് വരാം. മാനസികവും വൈകാരികവുമായിട്ടുള്ള ഒരു പിരിമുറുക്കം അനുഭവപ്പെടാവുന്ന സമയമാണ് 2-ലെ കേതുവിൻ്റെ സ്ഥിതി കൊണ്ട്. പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നില്ല. അതുപോലെ നമ്മൾ കാണുന്ന കാര്യങ്ങളും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളും അവയുടെയൊക്കെ നിജസ്ഥിതി അറിയണം. അതറിഞ്ഞിട്ട് വേണം നമ്മളൊരു കാര്യത്തിൽ പ്രതികരിക്കാൻ. അല്ലാതെ നമ്മൾ പ്രകോപനപരമായിട്ട് പ്രതികരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചിലർക്ക് ഈ 2-ലൊക്കെ കേതു വരുമ്പോൾ ദന്തസംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ്, അതുപോലെ കാഴ്ച സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അങ്ങനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉള്ളവർ അതിൽ ഒരു കെയർ കൊടുത്ത് പോകണം. മൊത്തത്തിൽ രാഹു കേതുക്കൾ ഇഷ്ടസ്ഥാനത്തല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ കർക്കിടക കൂറുകാർക്ക്. അതുകൊണ്ട് പിടിവാശി ഉപേക്ഷിക്കണം. ശ്രദ്ധയോടെയുള്ള സമീപനം ഈ സമയത്തുണ്ടാകണം. ഏത് പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രമം മുൻകൂട്ടി മനസ്സിലാക്കി മുതിർന്നവരുമായിട്ട് സംസാരിച്ച് അത്തരം പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകാൻ ശ്രദ്ധിക്കുക. ഈശ്വരചിന്തയൊക്കെ കൂട്ടുന്നത് നല്ലതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.